ഒരായത്ത് കേൾക്കാതെ മരിച്ച സ്വഹാബികളും ഉണ്ട്. ഒരായത്ത് കേട്ടില്ല, ഒരൊറ്റായത്ത് കേട്ടില്ല. ഒരായത്ത് കേൾക്കാതെ മരിച്ച സ്വഹാബികളുണ്ട്. ഒരായത്ത് അർത്ഥം പഠിക്കാൻ പറ്റി കേട്ടിട്ടില്ല. ഇവരാരാ? കന്നുജൂമി, നക്ഷത്രങ്ങളെ പോലെയുള്ളവർ. അവർക്ക് എന്തുണ്ട്? ഒരായത്ത് പഠിക്കണമെന്ന് അവർക്ക് നേരെ കിട്ടിയില്ല. അവർ കിട്ടിയ ബോധം വന്നപ്പോൾ ഓടി വന്ന റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. കലിമല്ലി അടുത്ത മണിക്കൂറിൽ അവർ മരിച്ചുപോയി. ഇവരെന്തിൽ പെടും? അസ്ഹാബി കന്നുജൂമി ഫബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അതേ സമയത്ത് ആയത്തിന്റെ മുഴുവനും അർത്ഥം കലക്കി കുടിച്ച നമ്മൾ എന്തില്ല? പാറേടാ എന്തില്ല? ബോധമില്ല. എന്താണ് ആവശ്യം? ബോധം. ഖുർആൻ പരിഭാഷയല്ലേ ഉണ്ട്? ബോധം. അർത്ഥം പഠിക്കല്ലേ ഉണ്ട്? ബോധം. അർത്ഥം പഠിക്കാൻ അല്ലേ? 100% പഠിച്ചൂടെ? പഠിക്കന്നെ വേണം. പഠിക്കണോ? പഠിക്കണ്ട. പഠിച്ച കാര്യമുണ്ടോ? ഇല്ല. പഠിക്കാൻ നിൽക്കണോ? അങ്ങനെയല്ല. അന്തം വേണം, അന്തം. വല്ലവ്വലു വല്ലാഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. هو الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم. سبحان الله. وهو അവൻ معكم നിങ്ങളുടെ കൂടെയുണ്ട്. അയിനമാകുന്തും നിങ്ങൾ എവിടെയാണെങ്കിലും. അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ ആരാണ്? വൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അവനാണ് തുടക്കം, അവൻ തന്നെയാണ് ഒടുക്കവും, അവനാണ് പ്രത്യക്ഷവും, അവൻ തന്നെയാണ് പരോക്ഷവും. ഞാൻ ഒരിക്കൽ ഈ അടുത്ത കാലത്ത് എന്നോ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമായി മനസ്സിലാകാത്ത ആയത്തുകളിൽ പെട്ടതാണ്. ഒരായത്തിൻ്റെയും പൂർണ്ണമായ അർത്ഥം മനസ്സിലായിട്ടല്ല. ഈ ആയത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആയത്താണ്. അത് ഉള്ളറിഞ്ഞവർക്കേ മനസ്സിലാവുള്ളൂ. ഇത് അവർക്ക് തന്നെ പരിധി ഉണ്ടാവും. ഏത് ആ ആയത്ത്? ഏതായത്ത്? വൽ അവ്വലു വല്ലാഹിറു വല്ലാഹിറു വൽ ബാത്തിൻ. അവൻ തന്നെ പ്രത്യക്ഷം, അവൻ തന്നെ പരോക്ഷം, അവൻ തന്നെ തുടക്കം, അവൻ തന്നെ ഒടുക്കം. വൽ അവ്വലു വല്ലാഹിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹദീദ് 3-ാമത്തെ ആയത്ത്. 4-ാമത്തെ ആയത്ത് കുറച്ച് നീണ്ട ആയത്ത്. അതിന് നടുവിലുണ്ട് എന്ത്? അവൻ മഅക്കും നിങ്ങളുടെ കൂടെയുണ്ട് എപ്പോഴും. ഐനമാ കുന്തും നിങ്ങൾ എവിടെയാണെങ്കിലും. വിമാനത്തിലാണ്, ഈ പേടിക്കണ്ട, അവൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ 2 ആളുണ്ട്. ഇപ്പോൾ വിമാനത്തിൽ നിങ്ങൾ 2 ആളുണ്ട്. ഒരാൾ ടിക്കറ്റ് എടുത്ത് കയറിയതും ഒരാൾ ടിക്കറ്റ് ഇല്ലാതെ ആവും. ടിക്കറ്റ് എടുത്ത് ഇജ്ജ് കയറിയതാണ്, പക്ഷെ 2 ആളുണ്ട്. ഓഹോ മഴക്കും, അവൻ നിങ്ങളെ കൂടെ ഉണ്ട്. അതിനമാക്കും നിങ്ങൾ എവിടെയാണെങ്കിലും. ഇതിനെ പേടിക്കണം, പേടിക്കുന്നത്. ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله. ശരിക്ക് മനസ്സിലാക്കണം, ക്ലാസ് കേൾക്കണം, വെള്ളിയാഴ്ച ഇവിടെ വരണം. അല്ലാഹുവിൻ്റെ തൗഫീഖുള്ള ഒരു മജ്ലിസാണ്. നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം, പറയുന്നത് മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും ചിലപ്പോൾ ജനങ്ങൾ ആക്ഷേപിക്കും. ഒരു പഠനം നടത്തുന്ന ആളുകളെ ജനങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? പഠനം നടക്കുന്നവർ എപ്പോഴും പൊതുസമൂഹത്തിനപ്പുറത്തായിരിക്കും. പൊതുസമൂഹം ഉൾക്കൊള്ളൂല. ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ നല്ലത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ വരാൻ കഴിയില്ല. ഈ ദുനിയാവിലുള്ള ആളുകൾ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ജനങ്ങൾ ചീത്ത പറയുന്നതിനിടയിൽ ഞാൻ മരിച്ചു പോകും. ഒരിക്കലും ജനങ്ങൾ എന്നെപ്പറ്റി നല്ലത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ അവതരിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? പഠനം നടത്തുന്നവരുടെ മേൽ ജനങ്ങൾ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ജനങ്ങൾക്ക് തോൽക്കാൻ കഴിയില്ല. ഞങ്ങൾ വളരെ ചിന്തിക്കണം. നമ്മൾ ഉസ്താദിനെ പറ്റി എല്ലാവരും നല്ലത് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ്സിൽ വരാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിട്ടിയാണ്.
പണിക്ക് മെനക്കണ്ട. നിങ്ങളിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി മാത്രം നടത്തുന്ന പഠനങ്ങളുമാണ്. അത് അന്തള്ളവർക്ക് തിരിയും. ഇപ്പോൾ ചില ആളുകൾ ഒരു 10 ദിവസമായി എന്നെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി പറയും എന്ന്. ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ആദ്യം സാത്താൻ്റെ നവലോകക്രമം എന്ന എൻ്റെ പുസ്തകം വായിക്കി. അത് ഈ കൊല്ലം പുറത്തിറങ്ങിയ എൻ്റെ പുസ്തകമാണ്, സാത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകം. ആ പുസ്തകം തന്നെ ഞാൻ പുറത്ത് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ആ പുസ്തകം വാങ്ങാനും ഞാൻ പ്രസംഗമായി പറഞ്ഞിരുന്നുവെങ്കിൽ കേരള ജനത മുഴുവനെ ആക്ഷേപിക്കുമായിരുന്നു. ആളുകൾക്ക് തിരിയാത്ത എന്തിനാണ് ഉസ്താദ് പറയുന്നത്? പിന്നെന്തിനാ അങ്ങനത്തെ ഒരു ഉസ്താദ്? ആളുകൾ തിരിയാത്തത് പറയുമ്പോഴാണ് ഉസ്താദ്. അതെന്തുകൊണ്ട് അങ്ങനെ ആവുന്നു? അതത്രയും വലിയ പഠനങ്ങൾ നടത്തിയതാണ്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് നിർബന്ധിക്കുക ഓരോരുത്തർ. ഉസ്താദ് അതൊന്ന് പറയും, അതൊന്ന്. ഇന്നലെ കുറേ ആളുകൾ, ഒരുപാട് ആൾ മെസ്സേജ് അയച്ചിട്ട് അതൊന്ന് പറയൂല. നിങ്ങൾ ആദ്യം സാത്താൻ്റെ നവലോകക്രമം എന്ന എൻ്റെ പുസ്തകം വായിക്കുക. പിന്നെ നിങ്ങൾക്ക് ആ ഫയലിനെ പറ്റി കേൾക്കേണ്ടി വരില്ല. ഞാനെന്തിനെന്തൊക്കെ പറയേണ്ട ആവശ്യം? നിങ്ങൾ ആ പുസ്തകം വായിക്കുക. നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ട് ഒരു കൊല്ലം നിങ്ങൾ അന്തം വിട്ട് നടക്കും, എന്താണ് ഈ ദുനിയാവ്. പിന്നെ നിങ്ങൾക്കത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്നോ തിരിയുന്ന ഒരാളാണ് ഞാൻ. റബ്ബിൻ്റെ സഹായത്താൽ വലിപ്പത്തരല്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പം അതുകൊണ്ട് നിങ്ങളിത് തല കൊടുത്ത് ചിന്തിക്കണം. ഓഹുവ മഴക്കും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. മഴക്കും ഉണ്ടാകും എന്നല്ല. സിനാനെ എന്താ അതിനർത്ഥം? ഓഹുവ മഴക്കും, അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിനമാക്കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും എവിടെ. പിന്നെ ആ ബോധങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ മുഅ്മിനായി. ബോധത്തില്ലെങ്കിൽ മുഅ്മിനല്ല. ബോധം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ മുഅ്മിനാകുക. അടുത്ത സെക്കൻഡിൽ, ഈ സെക്കൻഡിൽ മുഅ്മിനായാൽ അടുത്ത സെക്കൻഡ് മുഅ്മിനായിക്കോളൊന്നുമില്ല. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുമ്പോൾ മുഅ്മിനല്ല. എന്താ അതിൻ്റെ അർത്ഥം? അവൻ അവൻ്റെ കൂടെയുള്ള റബ്ബിനെ പറ്റി ബോധമില്ല. ബോധമുണ്ടെങ്കിൽ അവൻ മക്കളെ ഉച്ചരിക്കൂല, നിസ്കരിക്കും, നോമ്പെടുക്കും. അല്ലാതെ ബോധം ഉണ്ടാവില്ല. ബോധം ഉണ്ടെങ്കിലോ വിചാരിക്കൂല, നോമ്പുണ്ടെങ്കിലോ കള്ളുടിക്കൂല, ബോധം ഉണ്ടെങ്കിലോ പലിശ വാങ്ങൂല, പലിശക്കാരനെ പ്രശംസിച്ച് നടക്കൂല. ബോധമുണ്ടെങ്കിൽ സ്വന്തം വലിപ്പത്തരം കാണൂല. ഒറ്റാക്കെ വലിപ്പത്തരമുള്ളൂ. അതാർക്കാണ്? ആർക്കും വലിപ്പത്തരമില്ല. ഈ ലോകത്തിലാർക്ക് വലിപ്പത്തരം. വലിപ്പത്തരം ഒരാൾക്ക് മാത്രമാണ്. ആ ചിന്ത നമ്മളെ തടിക്കട് കയറിയാൽ അപ്പം നമ്മൾ അനുഭവിച്ചു. ആരെ? അള്ളാനെ എന്നെ. അവിടുന്നാണ് തെറ്റി. എനിക്ക് കച്ചവടം ചെയ്യാം. കച്ചവടം ചെയ്യാൻ ഹലാൽ. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമൽ റിബ. കച്ചവടം ചെയ്തൂടെ? കച്ചവടം ചെയ്തൂടെ? ഉറക്കപ്പാറ. എന്തിന് പേടിക്കണേ? ഈ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ലാത്തൊരു ബോധം ഞാനൊക്കെ ഉണ്ടാക്കി തരാം. എടാ, കച്ചവടം ചെയ്യുന്ന മുഅ്മിനാവും, നിസ്കരിക്കുന്ന മുഅ്മിനാവില്ല. അങ്ങനെയുണ്ടാവും. കച്ചവടം ചെയ്യണൊരുത്തൻ അവൻ്റെ ബോധത്തിൽ ആരുണ്ട്? അല്ലാഹുണ്ട്. അത് ചുറ്റും ഇത് പറ്റൂല, അത് നടക്കൂല, ഇത് ശരിയാവില്ല, അത് പറ്റൂല, പഠിച്ചോന് ഇഷ്ടമല്ല. അപ്പോൾ ഓരോ സെക്കൻഡിലും പൈസ ഉണ്ടാക്കാൻ നോക്കുക. എന്നാലും എൻ്റെ ഓൻ ആരാണ്? മുഅ്മിനാണ്. കാരണം വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തുണ്ടായാൽ മതി? ബോധം ഉണ്ടായാൽ മതി. അതന്നെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. ബോധം ഉണ്ടാകണം. രാവിലെ 8 മണിക്ക് കമ്പനിക്ക് പണിക്കാൻ പോയിട്ട് പിന്നെ രാത്രി 12 മണിക്ക് കയറി വരിക. മനസ്സിലാണ്ട് പറഞ്ഞത്? അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് പോവുക, 8 മണിക്ക് 12 മണിക്ക് രാത്രി കയറി വരുന്ന ഒരുത്തൻ പെണ്ണുങ്ങളെയും ഗൾഫിക്ക് കുളിച്ചു. പിന്നെ ഫ്ലാറ്റിൽ ഓളാക്കിയിട്ട് പോകും. അപ്പോൾ ഓള് പറയുന്നൊരു വർത്താനുണ്ട്. എന്ത്?
നിങ്ങൾ എന്തിനെ മനുഷ്യൻ എന്നെ കൊണ്ടുവന്നു? പറയും ചെങ്ങായിമാരെ, ഇത് എളുപ്പം മനസ്സിനാണ് ധാരണ. ഇങ്ങനെയാണ് നിങ്ങളെ അവസ്ഥ എങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടുവരാൻ പാടില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട് എന്നൊരു മനുഷ്യണ്ട് എന്ന പോലെ ബോധം നിങ്ങൾക്കുണ്ടോ? അപ്പോൾ അവൾ അവിടെയുണ്ട് എന്ന ബോധം അവന് ഇല്ല. ഇവിടെയാണ് പ്രശ്നം. അവൾ ഫ്ലാറ്റിലില്ലേ? പറയുടെ ചെങ്ങായി, അതിനിപ്പോ കിതാബോധം ഉണ്ടല്ലോ. ഓളെ ഇവിടുന്ന് വിസക്ക് കൊണ്ടേ നേരം വെളുത്ത് എണീറ്റാ ഓൻ പാഞ്ഞ് നട്ടപ്പാതിര 12 മണിക്കാർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതൊരു ദിവസം 2 ദിവസം 4 ദിവസം അനുഭവിക്കുമ്പോൾ എന്ത് പറയും? നിങ്ങൾ ഞാൻ കേട്ടിട്ടളി, അത് എന്ത് പിരാന്താ, നിങ്ങൾ എന്തിനാണ് കൊണ്ടെന്ന് തന്നെ? ഞാൻ ഇവിടെ ഉണ്ട് എന്നൊരു വലിയ ബോധം നിങ്ങൾക്കുണ്ട്. ഇതാണ് നിങ്ങളെ അവസ്ഥയെങ്കിൽ ഞാൻ വരൂലല്ലോ. തിരക്കടിയിൽ ഞങ്ങൾ 8 മണിക്ക് പോയി 4 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ ബീച്ചിൽ അവിടെയും കൂടി അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി. അതിനല്ലേ ഞാൻ വരേണ്ട ആവശ്യം? അപ്പം ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിൽ ഒരു ഫാക്റ്റാണ്. ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തില്ല? ബോധമില്ല. ഇതിനാണ് എന്ത് പറയാ? ഇതിനാണ് ദിക്ർ എന്ന് പറയാ. ഇതാണ് ദിക്ർ, ബോധം. ഇതതിന്റെ ബേസിക് ലെവലാ. ബോധം അറിവല്ല. അറിവ് എന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കുണ്ടായാൽ മതി. ബോധം എല്ലാവർക്കും ഉണ്ടാകും. അറിവുണ്ടായിട്ട് ബോധം ഉണ്ടാവില്ല. അറിവില്ലെങ്കിൽ ബോധം ഉണ്ടാവും ചെയ്യും. അങ്ങനെയുണ്ട്. ചിലർക്ക് അറിവില്ല, പക്ഷെ എന്തുണ്ട്? ബോധമുണ്ട്. ചിലർക്ക് അറിവ് എമ്പാടുണ്ട്, എന്തില്ല? ബോധമില്ല. വേണ്ട എന്താ? ആയത്തിൻ്റെ ഹദീസിൻ്റെ അർത്ഥമല്ല. ആയത്തിൻ്റെ ഹദീസിൻ്റെ അർത്ഥം പിടിക്കലല്ല ആവശ്യം. ഒരായത്തിൻ്റെ അർത്ഥം പോയിട്ട് ആയത്ത് കേൾക്കാതെ മരിച്ചു പോയവരും ഉണ്ട്. അതൊക്കെ ഇന്നത്തെ വിഡ്ഢികൾ പറയുന്ന വർത്തമാനങ്ങളാണ്. ഖുർആൻ്റെ അർത്ഥം പഠിച്ചിട്ടില്ലെങ്കിൽ നന്നാവൂല. അതൊക്കെ വിഡ്ഢികളെ വർത്തമാനമാണ്. അത്തരം വിഡ്ഢികൾ ഈ ക്ലാസ്സിൽ വരരുത്. ഖുർആൻ നല്ലതല്ലേ? 100% നല്ലതാണ്. ഓതണല്ലേ? ആണ്. അർത്ഥം പഠിക്കണല്ലേ? അതുമാണ്. പപ്പടം നല്ലതല്ലേ? നല്ലതാണ്. അച്ചാർ നല്ലതല്ലേ? പറയടാ. അതും നല്ലതാണ്. എരിശ്ശേരി പുളിശ്ശേരി നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ എന്ത് വേണം? ചോറ്. അത്രയേ ഉള്ളൂ. എന്താ ചോറ്? ബോധം. അത്രേ വേണ്ടതുള്ളൂ. ഒരായത്ത് പഠിക്കാത്ത സ്വഹാബികളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്ത് പറഞ്ഞോ? ഒരായത്ത് കേൾക്കാതെ മരിച്ച സ്വഹാബികളും ഉണ്ട്. ഒരായത്ത് കേട്ടിട്ടില്ല. ഒരൊറ്റായത്ത് കേട്ടിട്ടില്ല. ഒരായത്ത് കേൾക്കാതെ മരിച്ച സ്വഹാബികളുണ്ട്. ഒരായത്ത് അർത്ഥം പഠിക്കാൻ പറ്റി കേട്ടിട്ടില്ല. ഇവരാരാ? കന്നുജൂമി, നക്ഷത്രങ്ങളെ പോലെയുള്ളവർ. അവർക്ക് എന്തുണ്ട്? ഒരായത്ത് പഠിക്കാനൊന്നും അവർക്ക് നേരം കിട്ടിയില്ല. അവർ കിട്ടിയ ബോധം വന്നപ്പോൾ ഓടി വന്നു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. കലിമല്ലി അടുത്ത മണിക്കൂറിൽ അവർ മരിച്ചുപോയി. ഇവരെന്തിൽ പെടും? അസ്ഹാബി കന്നുജൂമി ഫബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അതേ സമയത്ത് ആയത്തിന്റെ മുഴുവനും അർത്ഥം കലക്കി കുടിച്ച നമ്മൾ എന്തില്ല? പറയടാ, എന്തില്ല? ബോധമില്ല. എന്താണ് ആവശ്യം? ബോധം. ഖുർആൻ പരിഭാഷയല്ലേ ഉണ്ട്? ബോധം. അർത്ഥം പഠിക്കല്ലേ ഉണ്ട്? ബോധം. അർത്ഥം പഠിക്കാൻ അല്ലേ? 100% പഠിച്ചൂടെ? പഠിക്കന്നെ വേണം. പഠിക്കണോ? പഠിക്കണ്ട. പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പഠിക്കാൻ നിൽക്കണോ? അങ്ങനെയല്ല. അന്തം വേണം. അന്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തരട്ടെ. വഹുവ മഅകും ഐനമാ കുന്തും. ഇതിവിടെ ഞാൻ പറയാനുള്ള കാരണം നീ കൊണ്ടുവരാം. റമളാനാവാണ്. ഈ ഒരു ബോധത്തിന് വേണ്ടിയാണ് പടച്ചോൻ നമുക്കൊരു മാസം തന്നത്. അപ്പം ഈ മാസം നമ്മൾ നേടേണ്ടത് എന്താ? ബോധം. എന്താ ബോധം? എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ട്. മനസ്സിലാവേണ്ട പറഞ്ഞത്? വളരെ ചിന്തിക്കണം. ഒരു
മനുഷ്യൻ അവൻ്റെ എനർജി, ഇനി ഫിസിക്കലായി പറയാം, ഒരു മനുഷ്യന് അവൻ്റെ എനർജി കൂടുതലും ഉപയോഗിക്കാനാവുക അവൻ്റെ വയറ്റിൽ ദഹിക്കാത്ത ഭക്ഷണം ഇല്ലാതിരിക്കുമ്പോഴാണ്. പറ്റ വിശന്നിട്ടുമില്ല, എന്നാൽ എന്തുമില്ല, വിശപ്പായിട്ടില്ല, എന്നാൽ ദഹിക്കാത്തതും ഇല്ല. ഈ ഒരവസ്ഥ ഉണ്ടല്ലോ, പറ്റ തളർന്നിട്ടില്ല. അതേസമയത്ത് ദഹിക്കേണ്ട ഒരു വസ്തു ഇപ്പോൾ ആമാശയത്തിൽ ഇല്ല. ഒരു മനുഷ്യൻ്റെ സെക്കൻഡ് ബ്രെയിനാണ് എന്ത്? ഒരു മനുഷ്യൻ്റെ സെക്കൻഡ് ബ്രെയിനാണ് എന്ത്? ആമാശയം. സെക്കൻഡ് ബ്രെയിനാണ് ഇത്. ഫസ്റ്റ് ബ്രെയിൻ, ഇത് സെക്കൻഡ് ബ്രെയിൻ. ഇവിടെ എന്തെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പണി അങ്ങനെ നടക്കും. 1, 2 ഊർജം ആ ഭാഗത്തേക്ക് ചെലവഴിക്കേണ്ടി വരും. പറഞ്ഞ മനസ്സിലായാലും ഫിസിക്കലി മനസ്സിലായോ പറഞ്ഞത്? നോമ്പ് കാലത്തെ ഗുണം തന്നെ, നോമ്പിന് നേരം വെളുക്കുമ്പോഴത്തേന് ദഹിക്കും. പിന്നെ ദീർഘമായ സമയമുണ്ട്. പിന്നെ മാത്രമല്ല, ഇനി പകലിൽ തിന്നാൻ കിട്ടൂല എന്ന അറിവും നമുക്കുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിനാണ് പ്രശ്നം. എനിക്ക് എന്തിനും കഴിയും എന്ന ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനും കഴിയും. നിങ്ങളുടെ ഹിമ്മത്ത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒരു ഇംഗ്ലീഷ് ഗുളിക കുടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇംഗ്ലീഷ് ഗുളിക കുടിക്കലില്ല. തെറ്റായിട്ട് പറയല്ല, അത് കുറ്റമായിട്ട് പറയല്ല. ഞാൻ കുടിക്കാറില്ല എന്ന് എൻ്റെ ഒരു ദോഷമായിട്ട് പറഞ്ഞു കുടികളി. പിന്നെ എൻ്റെ രോഗങ്ങളില്ലേ ഉണ്ടാവുമല്ലോ, രോഗമില്ലാതിരിക്കും. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരമാവധി പിടിച്ചു നിർത്താൻ ഹിമ്മത്ത് മതിയാവും. പിന്നെ ഫിസിക്കലായ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായാൽ മുന്നോട്ട് പോകാം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. തിരിച്ചു വരി ഇതിവിടെ പറയാനുള്ള കാരണം എന്താ? നിന്റെ വയറ് നിന്റെ സെക്കൻഡ് ബ്രെയിനാ. ആ സെക്കൻഡ് ബ്രെയിനിനെ നേരെ പൊളുത്തപ്പോഴത്തേക്ക് ക്ലിയറാക്കി കൊടുത്തു, പിന്നെ ഒന്നുമില്ല. അപ്പോൾ നിന്റെ ഊർജത്തിന് നിന്റെ സ്പിരിച്വലി കാര്യത്തിൽ ആലോചിക്കാൻ കഴിയും. ഫിസിക്കലി ആവശ്യം പിന്നെ അവിടെ ഊർജത്തിന് ഇല്ല. ഊർജം മുന്നോട്ട് നേരം കിടക്കും. ഊർജത്തിന് താഴത്തുള്ള സാധനത്തിനെ ക്ലിയറാക്കാൻ വേണ്ടിയിട്ടാണ് ഊർജം ചെലവഴിക്കുന്നതെങ്കിൽ മേലെ കുയരാൻ ഊർജത്തിന് കഴിയില്ല. നിന്റെ മേലൊരു സാധനമുണ്ട്, മേലെന്ന് വന്ന് മേലേക്ക് പോകും, താഴെ വന്ന് താഴേക്ക് പോകും. 2 സാധനം മനുഷ്യൻ. താഴെന്ന് വന്ന് താഴേക്ക് പോയി, മേലെന്ന് വന്ന് മേലേക്ക് പോയി. ഇത് രണ്ടും കൂടുമ്പോൾ ജീവൻ്റായി, ഇത് പിരിഞ്ഞാൽ മയ്യത്തായി. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. കഴിഞ്ഞു, വയറ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ എന്ന് ജീവനുണ്ട്, ജീവനില്ല. എന്താ മനുഷ്യൻ? പാരായി, മനുഷ്യനായി, മയ്യത്തായി. ഇയാളോ? ചിലപ്പോ ഇയാള് തിരിഞ്ഞില്ല, അവിടെ വാതിലടച്ചു. അമ്മേ, ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഇവിടുത്തെ ആളാ. അവിടെ ചെന്നപ്പോ അവിടുത്തെ ആളായില്ലേ, ഞാൻ അവിടെ കോയിക്കോറി. പിന്നെ അവിടെ വാതിൽ തുറക്കൂല. കഴിഞ്ഞു. എങ്ങനെ പറ? എന്താ മനുഷ്യൻ? പറയടാ കുട്ടി, എന്താടാ മനുഷ്യൻ? അന്തം വേണം ചങ്ങായി. മനുഷ്യൻ എന്നാൽ ഈ മുളച്ചൊന്തിയ ഇതൊക്കെ ഇവിടുന്ന് പൊങ്ങിയതാണ്. എന്ത്? ചെറിൽ നിന്ന് വളർന്നു പൊങ്ങിയ ഹുറി നിന്നുടെ കൈയിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ കൽബിലായി എന്ന് പറയുന്നുണ്ട് കവി. അപ്പോൾ ചേറിൽ നിന്ന് വളർന്നു പൊന്തി തന്നെ നമ്മളെ കാണാൻ ചൊറുക്കുന്നേ ഉള്ളൂ. പക്ഷെ ചേർന്ന് വന്നതാ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഏതാ കുഞ്ഞാമിനെ പറ്റിയുള്ള പാട്ടാ? ഏതോ ഒരു കുഞ്ഞാമിന. അപ്പൊ ആ കുഞ്ഞാമിനെ പറ്റി പറയുന്നോട് തന്നെ എന്താ പറയുന്നത്? ഓള് ചേർന്ന് വന്നതാണ്. ചേർന്ന് വന്നത് തന്നെ ഓള്. അത് ഏത് ചുരുക്കുള്ളോളും എവിടുന്ന് വന്നതാ? ചേർന്ന് വന്നതാ. ചേറിൽ നിന്ന് വളർന്നു പൊങ്ങിയ ഹുറി നിന്നുടെ കൈയിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ കൽബിനാൽ. അപ്പോൾ ഓള് ചേർന്ന് വന്നതാ. വല്ലാഹു അമ്പത്തക്കും മിനൽ അർളി നബാതൻ. ഏതായത് മനസ്സിലുണ്ട് പറഞ്ഞത്.
അല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് സസ്യമായി മുളപ്പിച്ചു. നബാത്ത് നിങ്ങൾ സസ്യം, അയമോട്ടി ഒരു സസ്യം, അവറാൻകുട്ടി മറ്റൊരു സസ്യം, അമേരിക്കൻ പ്രസിഡന്റ് ഒരു സസ്യം, റഹ്മത്തുള്ള ഖാസിമി ഒരു സസ്യം, ഒക്കെ സസ്യം. സൂറത്ത് നൂഹ് അങ്ങനെ തന്നെയല്ലേ? വല്ലാഹു അംബതകും മിനൽ അർളി, അല്ലാഹു തആല അംബതകും നിങ്ങളെ മുളപ്പിച്ചു, മിനൽ അർളി ഭൂമിയിൽ നിന്ന്, നബാത്തൻ ഒരു സസ്യമായിട്ട്. മനസ്സിലായില്ലേ? വല്ലാഹു എത്ര മോനെ നൂഹ് എത്രാമത്തെ? നൂഹ് 17. എഴുതിയൊക്കെ പിന്നീട് പഠിക്കണം. ആ പറഞ്ഞൊക്കെ പഠിക്കണം. അല്ലാഹു തആല അംബതകും നിങ്ങളെ മുളപ്പിച്ചു, മിനൽ അർളി ഭൂമിയിൽ നിന്ന്, നബാത്തൻ ഒരു സസ്യമായിട്ട്. അത് ഇതാണ് ഇത്. ഇനി ഒരാളുണ്ട് അവിടുന്ന് വന്നാള്, അയാൾ എന്താന്നുള്ള പറഞ്ഞില്ല, പറഞ്ഞപ്പോ കട്ട് ചെയ്തു. യസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി. ഏതാ സൂറത്ത്? പെട്ടെന്ന് എടുക്ക് നോക്ക്. യസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി. 85. വയസ്അലൂനക നിങ്ങളോട് ജനങ്ങൾ വന്ന് ചോദിക്കും, അനി റൂഹിനെ കുറിച്ച്. ഖുൽ നബിയെ തങ്ങൾ പറയുക, റൂഹ് മിൻ അംരി റബ്ബി, റബ്ബിൻ്റെ അമ്രിൽപ്പെട്ടതാണ് റൂഹ്. ഇനി അതിനെപ്പറ്റി വർത്താനം പറയണ്ട. വമാ ഊതീതും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല, മിനൽ ഇൽമി വിജ്ഞാനത്തിൽ നിന്ന്, ഇല്ല ഖലീലൻ വളരെ അല്പമായിട്ടല്ലാതെ. അപ്പം നിങ്ങൾക്ക് റൂഹിനെ പറ്റി ചർച്ച ചെയ്യാൻ മാത്രമല്ല ബുദ്ധിയൊന്നും നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തോളി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളി? പാരസെറ്റമോനും എല്ലാം മോളെയും മോനും ഒക്കെ കുടിച്ചോളി. മനസ്സിലായില്ല? പാരസെറ്റമോളും മോനും ഒക്കെ ആർക്കാണ്? ഈ നബാത്തിനാണ്. മറ്റേയാളെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യണ്ടേ? അതിന് ചർച്ച ചെയ്യാനുള്ള അന്തം നിങ്ങൾക്കില്ല. ഒമാ ഊട്ടിയിട്ടും ഒരൊറ്റ ആയത്ത് റൂഹിനെ പറ്റി ചോദിച്ചപ്പോൾ കൊട്ട് ചെയ്തിട്ട് പറഞ്ഞു, വിവരം തന്നെയല്ല, അന്തല്ല, മുണ്ടാന്ന്. എന്ത് അത് എവിടുന്ന് വന്നതാണ്? പറ ചെങ്ങായി, എവിടുന്ന് വന്നതാ? ഇനി പറയാൻ പോണത് തല കൊടുത്ത് ചിന്തിക്ക്. അതായത് ഇവിടെ പണിയുണ്ടായാൽ ഊർജത്തിന് റൂഹിലേക്ക് കയറാൻ കഴിയില്ല. അപ്പം നമ്മൾ ഒരു മാസം ഇവിടെ കട്ട് ചെയ്തു, അപ്പോൾ ഊർജം ബാക്കിയാവും. ആ ഊർജത്തിന് എന്തിൽ ചെലവാക്കാം? എന്ത് ചെലവാക്കാം? മനസ്സിലായി? ഇപ്പം നമുക്ക് നോമ്പാണെന്ന്, ഇപ്പം നമ്മൾ ഒരു നാട്ടിലെത്തി, ഒരു ചായ കുടിച്ചിട്ടില്ല, നേരം കൊടുത്ത് ചായ കുടിച്ചിട്ടില്ല എങ്കിൽ ഇപ്പം ഞങ്ങൾ ക്ലാസ്സിന് വന്നാൽ തന്നെ ഞങ്ങൾ ഇവിടെ അങ്ങനെ പായൊരു ചുറ്റും. എവിടുന്നാ ഒരു കാൽച്ചായിട്ട് എവിടുന്ന ഈ ചിറ്റൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചങ്ങായിനെ അവിടെ ഒരു ചായയും കടിയും കൊണ്ട് നേരം കൊടുക്കുമ്പോൾ തന്നെ നിർത്തണം. ഓൻ വയറിലാക്കാൻ വേണ്ടി വരുത്തണമല്ല, ഓൻ ഈ ചായയും കടിയും കൊടുക്കാൻ വേണ്ടി വരുത്തണം. അത് പറയണ മനസ്സിലായോ? വയറിൽ കേട്ടില്ല എന്നുള്ളതല്ല അവിടെ വിഷയം. ഓനെ രാവിലെ ചായയും കടിയും കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ഇവിടെ ചിറ്റാതാക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കിട്ടാത്ത കാലാന്ന് വിചാരിച്ചാൽ പിന്നെ ഞങ്ങൾ ഇവിടെ ചുറ്റൂലല്ലോ. അപ്പം നിങ്ങളെ ഊർജം രാവിലെ വന്നിട്ട് ഇങ്ങനെ ചിറ്റാണ്. എവിടെ ചായം കടി? ചായം കടി കിട്ടാത്ത കാലാന്ന് വിചാരിച്ചാൽ ആ ഊർജം അതിന് ചിലവാക്കൂലല്ലോ. അപ്പം പിന്നെ ഊർജം എന്തിനാ ചിലവാക്കുക? മറ്റേ ആളെ ഒന്ന് കയറി നോക്കുക, ഒന്നുമില്ലെങ്കിലും കയറി നോക്കാമല്ലോ. മനസ്സിലാണ്ട് പറഞ്ഞത്? ഒന്ന് കയറി നോക്കുക, നമുക്കൊന്ന് കയറി നോക്കുക. അങ്ങനെ ഉണ്ടല്ലോ. അതൊന്നും നിങ്ങളെ പോലത്തെ കെട്ടിച്ചേരില്ലാറോ? അതായത് നമുക്കൊന്ന് പോയി നോക്കുക. അതിന് പറ്റിയൊരു കുപ്പായം തുണി, 1000 രൂപേൻ്റെ കുപ്പായം, 2000 രൂപേൻ്റെ തുണി വാങ്ങണം എന്നല്ലേ ഉള്ളൂ. അങ്ങാടിയിൽ നിന്ന് വാങ്ങി ആ ജാതി മുതലാളിമാരെ മക്കൾ നിങ്ങൾ കെട്ടിച്ചേരില്ല എന്നറിയാം. ഒന്ന് പോയി നോക്കുക. ഒരു കളർ കലയ്ക്കാൻ വെള്ളമെങ്കിലും ഒന്ന് കുടിക്കാലോ, അല്ലെങ്കിൽ ഓളെ മുഖം ഒന്ന് കണ്ടുപോകാലോ. ഇന്നൊരു നമുക്ക് വിചാരിച്ചാൽ ഞങ്ങൾ സുന്നത്താൻ വിചാരിക്കണ്ട. അപ്പം എന്നാലും ഒന്ന് കയറി നോക്കാലോ. നിങ്ങൾക്ക് അതിൻ്റെ വിവരമില്ല, എന്നാലും നമുക്ക് റൂഹിനൊന്ന് കയറി നോക്കുക. അപ്പോൾ കയറി നോക്കിയല്ലോ ഗുണമുണ്ട്. അല്ലാഹു തആല നിങ്ങൾ നടന്നാൽ അല്ലാഹു നിങ്ങളിലേക്ക് ഓടും. അങ്ങനെയല്ലേ? അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ച് പറ.
അറേ മോനെ, അങ്ങനെയല്ലേ അല്ലാഹു. നിങ്ങൾ റൂഹ് എന്നാൽ മിൻ അംരി റബ്ബി, ബോഡിയോ വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ, അത് സസ്യം. റൂഹ് അത് അല്ലാഹുവിന്റെ അംർ. മിൻ അംരി റബ്ബി, മിൻ അംരി റബ്ബി, റബ്ബിന്റെ അംറായ ഒരു സാധനം എന്റെ കയ്യിലുണ്ട്. അതെന്ത്? റൂഹ്. അപ്പൊ അത് റബ്ബിന്റെ ആണ്. ഇത് മുളച്ചൊണ്ടിയാണ്. നിങ്ങൾ ഇതുമ്പോ ചുറ്റി തിരിഞ്ഞാൽ അവിടേക്ക് തിരിയാൻ കഴിയില്ല. അവിടേക്ക് തിരിഞ്ഞാലോ അത് ഓടി വരും, മുട്ടുവിൻ തുറക്കപ്പെടും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കപ്പറ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹുവിന്റെ കാര്യം അതെന്തിനൊക്കെ വലുതാണ്. അതെന്തിനേക്കാൾ ആ കൊതിക്കുന്ന സ്വർഗത്തെക്കാളും മഹത്താണ് കൊതിക്കുന്നവന്റെ റൂഹ്. ഭയങ്കര. എന്താണ് സ്വർഗം? മുൾച്ചൊന്തി. എന്താണ് സ്വർഗം? എന്താ സ്വർഗം? തോട്ടം. മുൾച്ചൊന്തിയല്ലേ? ആണോ? അല്ലേ? കാസിനെ സ്വർഗത്തിനും കുറ്റം പറഞ്ഞടാ. പറഞ്ഞു ആയിക്കോട്ടെ, എൻ്റെ ബെരുത്ത് നോക്കാൻ പറ്റിക്കളാം. എന്താടാ സ്വർഗം? ചോറും കൂട്ടാനുമല്ലേ? അതൊക്കെ മുൾച്ചൊന്തിയല്ലേ? നിന്റെ റൂഹോ മിന റബ്ബി, അത് സ്വർഗത്തിനേക്കാളും വലുതല്ലേ? ഇജ് കിടക്കാൻ കൊതിക്കുന്ന സ്വർഗത്തെക്കാളും വലുതാണ് നിന്റെ റൂഹ്. അത് റൂഹാണെങ്കിൽ, അള്ളാഹ് തന്ന കോലത്തിലാണെങ്കിൽ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റെന്തട തോട്ടം തൊടുകയല്ലേ? ആയിക്കോട്ടെ, അത് തോട്ടല്ലട, തോട്ടം. അതൊക്കെ മുളച്ചൊന്തിയല്ലേ? ഇതോ يسألونك ويسألونك عن الروح قل الروح من أمر ربي. മഹാകാര്യം. റൂഹുള്ള ഈ ശുദ്ധമായ റൂഹിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ അതൊരു 2000 രൂപേൻ്റെ പെട്ടിയിൽ ഒരു 10 ലക്ഷത്തിൻ്റെ ആഭരണം കയറ്റും പോലെയാണ്. അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാര്. ഒരു 2000-3000 രൂപേൻ്റെ ഒരു പെട്ടിയെ സൂട്ട് കേസ് വാങ്ങി, എന്നിട്ട് അതിൽ 25 ലക്ഷത്തിൻ്റെ ആഭരണം കയറ്റി. ആരാണ്? മനസ്സിലായില്ല. ആരാണ്? മന്ദഖല അഫ്ളലു മൻ ഉദ്ഖില ഫീഹി, എന്തിലാണോ പ്രവേശിപ്പിക്കപ്പെട്ടത് അതിനേക്കാൾ മഹാനാണ് ആര്? പ്രവേശിച്ചോൻ. അപ്പൊ ആ പെട്ടിക്ക് വില ഉണ്ടാവണ തന്നെ എപ്പോഴാണ്? പറയുടെ ചെങ്ങായി, പെട്ടിക്ക് വില ഉണ്ടാവണ എപ്പോഴാണ്? നമ്മളിങ്ങനെ ജ്വല്ലറിന്ന് ഒരുത്തം വാങ്ങിയപ്പോ കള്ളങ്ങനെ നോക്കി, എവിടേക്കാ പോണേ, എവിടെയാ പോണേ അങ്ങനെ നോക്കി. അങ്ങനെ ഹോട്ടലിലേക്ക് കയറിനോട് കൂടെ കള്ളം വന്ന് പെട്ടി കൊണ്ടുപോയി. ഏതോ ഓവാലത്ത് വന്ന് തുറന്നു നോക്കുമ്പോൾ അതിലൊന്നുമില്ല. അപ്പൊ അതിനേക്കാളും വലിയ ദേഷ്യത്തിൽ ഒറ്റ കറിപ്പെട്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഓല് കള്ളന്മാരുണ്ടാവും വിചാരിച്ച് വേഗം എന്തായിരുന്നു പാന്റിന്റെ പോക്കറ്റിലിട്ടാണ് ഓല് പോയത്. പെട്ടി വെറുതെ ഫോർമാലിറ്റീസ് കൊണ്ടേതാ. ഈ പറയുടെ ചെങ്ങായി സ്വർഗത്തിനടാ വില ഉണ്ടാണ് ഇച്ചയിൽ കയറുമ്പോഴല്ലേ. അതാണല്ലേ സ്വർഗം കാക്കണ മലക്കൾ ഇങ്ങോട്ട് സലാം പറയണത്. നമ്മളെ അങ്ങോട്ടല്ലടാ സലാം പറയാ, ഒരു ഇങ്ങോട്ടാണ്. പ്രോട്ടോകോൾ ലംഘനം. അല്ല, നിങ്ങൾ അന്തത്തിലാണോ അന്തക്കേടിലാണോ? ഇന്ന് പറയണൊക്കെ അന്തക്കടാന്ന് വിചാരിച്ചാളാ. സ്വർഗത്തിലെ 1-ാം ദിവസം തന്നെ പ്രോട്ടോകോൾ ലംഘിക്കുക. وسيق الذين اتقوا إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. زمر 73. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين.
വസിയഖല്ലദീന തഖൗ മുത്തഖീങ്ങളെ നയിക്കപ്പെടും ഇലൽ ജന്ന സ്വർഗ്ഗത്തിലേക്ക് സുമറൻ പാർട്ടികൾ പാർട്ടികൾ വിഭാഗങ്ങൾ വിഭാഗങ്ങളായി ഇങ്ങനെ വരും. ഹത്താ ഇജാ ജാഊഹ അവരവിടെ എത്തിച്ചേരുമ്പോൾ വഫുതിഹത് അബ്വാബുഹ ആ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഫുതിഹത് അബ്വാബുഹ വഖാല ലഹും ഖസനതുഹ അവർ ആ സ്വർഗ്ഗം കാക്കുന്ന മലക്കുകൾ അവരോട് പറയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താ പറയുക? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം ഉണ്ടാവട്ടെ. ഇത് പ്രോട്ടോകോൾ എങ്ങനെയല്ലേ? ഇവരാരാ? ഒരല്ലേ? അവരാരാ? നിൽക്കല്ലേ? വരുന്നവൻ ആരോടാ തലമുറണ്ട്? നിൽക്കുന്നവനോട്. നിങ്ങൾക്ക് മനസ്സിലായില്ല? വരുന്നവൻ നിൽക്കുന്നവനോട് അല്ലേ? നിൽക്കുന്നവൻ ഇരിക്കുന്നവനോട്. ഇങ്ങനെയല്ലേ സലാം? ഇവര് വരികയല്ലേ? വസിയക്ക അവരിങ്ങോട്ട് കൊണ്ടുവരികയല്ലേ? പക്ഷേ പ്രോട്ടോകോൾ ലംഘിച്ചു. എന്തുകൊണ്ട്? ഇവർക്ക് തന്നെ വില ഉണ്ടാകുന്നത് നിങ്ങളതിൽ കയറുന്നോണ്ടാണ്. നിങ്ങളവിടെ ചെന്നപ്പോൾ അള്ള വേറൊരു സ്വർഗം ഉണ്ടാക്കി. ഇനിയിപ്പോൾ തൽക്കാലം ഇതിലേക്കൊന്നും ആരും കയറ്റണില്ല എന്ന് പറഞ്ഞാൽ ആ മലക്കൾ മുഖത്തേക്ക് നോക്കിയാണ്ട് വിഷമിക്കും. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്തേ കാര്യം ഉണ്ടായത്? മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്കും. അപ്പം നിങ്ങൾ അത്രയും വലിയവരാ. അതെന്ത്? ഇതല്ല, ഇതെന്താ? ഇത് മുഴച്ചൊന്തിയ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നമ്മളിപ്പോൾ ഇതിന്മേൽ ഇങ്ങനെ ചുറ്റിത്തിരിയും. ഇതിന്മേൽ ഇങ്ങനെ ചുറ്റിത്തിരിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഇതിലേക്ക് കൂടും. ആര്? റൂഹ്. എൻ്റെ കൂടെ റൂഹ് ഇതിലേക്കാണ് കൂടും. അതോടുകൂടെ പിന്നെ ആ റൂഹിനെ ആകാശത്തിൻ്റെ വാതിൽ തുറക്കൂല. അപ്പം രണ്ടും കൂടി ഒറ്റക്കെട്ടായിട്ട് സിജീനിലേക്ക് എറിയും. അല്ലാഹു കാക്കട്ടെ. ഒന്ന് മനസ്സിലാക്കി കുട്ടികളെ, ഇത് വളരെ ലളിതമായ ലോജിക്കാണ്. മനസ്സിലായില്ല? അവിടുന്ന് വന്നത് തിരിച്ചു ചെല്ലുമ്പോൾ ആ ശുദ്ധി ഇല്ലെങ്കിൽ, മനസ്സിലായില്ല? അവിടുന്ന് വന്നത് ആ ശുദ്ധി ഇല്ലെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ അതിനെ അവിടെ സ്വീകരിക്കില്ല. അപ്പോൾ അത് നേരെ എവിടേക്ക് മടങ്ങും? ഈ മുളച്ചൊന്തിൻ്റെ കൂട്ടത്തിലേക്ക് മടങ്ങും. ഈ പാതാളത്തിൻ്റെ അടിയിലേക്ക് എറിയപ്പെടും. അപ്പം രണ്ടും ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് വന്നിന് അങ്ങോട്ട് തന്നെ പോകണമെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കണം. അതിന് കൊല്ലത്തിനൊരു വർക്കിൻ്റെ എന്നും നടത്തണം. ഇത് ബോധത്തോടു കൂടി നടത്താൻ ഒരു മാസം തന്നതാണ്. എന്ത്? റമളാൻ കഴിഞ്ഞു. ആ റമളാൻ നമ്മൾ നാശാക്കി. എന്തുകൊണ്ട് നാശാക്കി? അപ്പോഴും നമ്മൾ ഇതിൻ്റെ പണിയാണ്. തെറാവി കഴിഞ്ഞാൽ പിന്നെ കുലുക്കി സർബത്തിനിറങ്ങും. ഇവിടെ ഹോട്ടൽ പൂട്ടിയ കാലമാണ്. ഏത്? റമളാൻ. ഇവിടെ ഹോട്ടൽ പൂട്ടി. നിങ്ങൾ എന്തിനെ പറ്റി ചിന്തിച്ചോളി? റൂഹ് അല്ലേ? പറയാം മോനെ, അതല്ലേ സത്യം. നിങ്ങളെ കയ്യിൽ രണ്ട് സാധനം ഉണ്ടല്ലോ. ഒന്ന് സാധനത്തിന് വർക്കില്ല, എന്നാൽ പിന്നെ രണ്ടാമത്തെ സാധനം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഇല്ലേ? മനസ്സിലായില്ലേ? ഒരുത്തൻ ഒരു ഉദാഹരണം പറയാം. ഒരുത്തൻ മൊബൈൽ കളിക്കണവനാണ്. ഇനി എന്താ വന്നത് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഒരു സ്ഥലത്തെത്തി നോക്കുമ്പോൾ അവിടെ റേഞ്ചില്ല, കളി പിന്നെയും വേണം. അപ്പോൾ എന്ത് ചെയ്തു? ആരെങ്കിലും വാട്സപ്പിൽ മുറിച്ച് വിട്ടത് നോക്കും. പിന്നെ ഏതുവരെ? പഠിച്ചോനെ, ഏതുവരെ? റേഞ്ച് വരുന്നവരെ. നീ റേഞ്ച് റമളാൻ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തില്ല? വേറൊരു സാധനമുണ്ട്, അയിമ പണിയെടുക്കും. അതേതാണ്? റൂഹ്. കഴിഞ്ഞു. ഇതന്നെ റമളാൻ.